ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു വലിയ ജോലികളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പയ്യനെ വൈകിട്ടായപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണിത്. നമ്മൾ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായ ആരോവാലിയിലാണ് നമ്മൾ നടക്കാൻ വന്നിരിക്കുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ലേക്കും അതിന് ചുറ്റുമുള്ളൊരു ചെറിയ പാർക്കിംഗ് ആണിത്. നമ്മളിവിടെ നടക്കാൻ വരും. ഇതാകുമ്പോൾ നമ്മൾ നടക്കുന്ന വഴിക്കൂടെ വേറെ വണ്ടികളൊന്നും വരത്തില്ല. നമുക്ക് നടക്കാൻ നല്ല ഈസി ആയിട്ടുള്ള വേ ആണ്. കുറച്ച് സൈക്ലിങ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഈവനിങ്ങിൽ ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. നമുക്ക് അത്തരത്തിലുള്ള വീഡിയോസിലേക്ക് പോകാം. ഇവിടെ നോക്കാം, കനേഡിയൻ ഗൂസിൻ്റെ ഒരു കൂട്ടം വന്ന് നിൽക്കുവാണ്. അവിടെ ഇരിക്കുന്ന ചേട്ടൻ അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്, എന്നെ എന്തോ ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ കരയ്ക്ക് കയറി വന്നിരിക്കുന്നത്. ഇവിടെ നടക്കാൻ വരുമ്പോൾ ഇതിന് കണ്ടമാനം കാണാം കേട്ടോ. ഇത് ഈ ചാര കളറുള്ളത് കനേഡിയൻ ഗൂസാണ്. പിന്നെ വൈറ്റ് കളറുള്ളുണ്ട്, സ്വാനുണ്ട്, അതും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നിറയെ ഗൂസ് ഇങ്ങനെ കരക്കയിൽ കയറി വന്നേക്കാണ്. അദ്ദേഹം അതിനെ ഫീഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നും ഈവനിങ്ങിൽ ഇവിടെ വന്ന് ഇതിന് ഫുഡ് കൊടുക്കാറ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, കുത്തു. ഇതാ അവിടെ ഒരു വെള്ളത്തിലൊരു ചെറിയ സ്വാൻ വന്നിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യൻ എല്ലാവർക്കും നന്നായിട്ട് കൊടുത്തോണ്ടിരിക്കുക. പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് കടിച്ച് പറിച്ച് മേടിക്കണമൊക്കെ എല്ലാം കൂടെ വന്നിട്ട് ഇതെല്ലാം കൂട്ടം കൂടി പുള്ളിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഈ കര നിറയെ കനേഡിയൻ ഗൂസ് കയറി എന്നൊക്കെയാണ്. നല്ല വ്യൂ. അദ്ദേഹം ബ്രെഡാട്ടോ കൊടുക്കുന്നത്, കണ്ടോ? ബ്രെഡ് പുള്ളിയുടെ കയ്യിൽ നിന്ന് കുത്തി പറിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളീനെ നല്ല പരിചയമാണ് തോന്നുന്നത് ഇവർക്ക്. കാരണം പുള്ളി വന്നിട്ട് അത് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ നീങ്ങിപ്പോവും, ഒന്നും ചെയ്യുന്നില്ല, ഒരു പേടിയില്ല. വന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നത് മേടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കനേഡിയൻ ഗൂസാണിത്. പിള്ളേരൊക്കെ വന്നിട്ട് അതുങ്ങളെ കളിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫുഡ് തീർന്നു തോന്നുന്നു. കനേഡിയൻ ഗൂസ് പുള്ളീനെ ഇങ്ങനെ ഫോളോ ചെയ്തു. ഇല്ല, എൻ്റെ ഒന്നുമില്ല. അവക്കടെ ഫുഡ് കിട്ടുന്ന വിചാരിച്ചോണ്ട് പോവാ. പുള്ളി കുറച്ച് ഫീഡ് ചെയ്യാനുള്ള എന്തോ റൈസ് പോലത്തെ ഒരു സാധനം എന്തോ അദ്ദേഹം കുറച്ച് ഫീഡ് അവക്ക് കൊടുത്തു. അപ്പോൾ അവളത് ഗൂസിന് കൊടുത്തുകൊണ്ടിരിക്കുക. Somebody is asking from behind. കഴിഞ്ഞു. Finish. Okay. Thank you. He's a really nice one. ഇവിടെ കുറച്ച് ബോട്ട് ഹൗസ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഈ വെള്ളത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് കുറേ പേര് വിൻഡ് വെച്ചിട്ട് ഓടുന്ന ടൈപ്പുള്ള ബോട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതിലൂടെ. ഇങ്ങനെ നടക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാവരും പട്ടികളും കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത്. പിള്ളേരൊക്കെ ആണെങ്കിൽ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഇതുപോലെ വരും. മറ്റേ ആളുകൾ, വലിയ ആൾക്കാരുടെയൊക്കെ കൂടെ അവർക്കിടെ പട്ടികളുണ്ടാവും. പട്ടികളുടെയും കൊളസ്ട്രോളൊക്കെ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതിനൊരു എക്സസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ആളുകൾ വരുന്നത്. ഇതാണ് നമ്മൾ നടക്കണ വഴി. ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ സൈഡിലൊക്കെ പോയി നിന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറയിലായിട്ട് കുറേ പേര് ബോട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ട്, പല ടൈപ്പിലുള്ള ബോട്ടിങ്ങിൽ. ഒരു ലേക്ക്, അതിന് ചുറ്റും നടക്കാനുള്ളൊരു വഴി, അതിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന കുറേ പരിപാടികളുണ്ട്. അതൊരു സെയിലിംഗ് ക്ലബ്ബാണ്. ഏത്? അതെ, ആ ബാക്കിൽ കാണുന്ന ബിൽഡിങ് അല്ലേ?
ഇവിടേക്ക് വരുന്ന എല്ലാവരുടെയും ആവശ്യം ഒന്നേ ഉള്ളൂ, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ഒന്നെങ്കിൽ ബോട്ടെല്ലാം തുഴഞ്ഞ് കയാക്കിങ് എന്തെങ്കിലുമൊക്കെ നടത്തി എക്സസൈസ് ചെയ്യാം. നമുക്ക് പിന്നെ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങി മരിക്കുന്ന പേടിയുള്ളതുകൊണ്ട് നമ്മളെ പണിക്ക് പോകാറില്ല. പിന്നെ സൈക്ലിങ് ചെയ്യാം, ഓടാം, നടക്കാം. പിന്നെ ചൂണ്ടിടാൻ വരുന്ന ആളുകളുണ്ട്, ചൂണ്ടിടുന്നുണ്ട്, ഞാനത് കണ്ടില്ലായിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ലൈസൻസ് ഉള്ളവർക്ക് കൂടെ ഒന്ന് ചൂണ്ടിടാം. അപ്പം ഇവിടെ സമരമാക്കി കഴിഞ്ഞാൽ ചൂണ്ടിടുന്ന ആൾക്കാരും കുറേ വരും. ഇവിടെ ഒരു ചേട്ടൻ ഇരുന്ന് ചൂണ്ടിടുന്നുണ്ട്. പുള്ളി അവിടെ ഇരുന്ന് പുള്ളിയുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു വണ്ടി തന്നെ ഉണ്ട്, വലിച്ചുകൊണ്ട് വരുന്ന ഒരു ട്രോളി വണ്ടി തന്നെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അവിടെ ഇരുന്ന് നല്ല സീരിയസ് ആയിട്ട് പുള്ളി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ബോട്ട്സ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ വ്യൂ ആണിത്. ഇവിടെ ലേക്ക് അതിൻ്റെ സൈഡിലൂടെ പോകുന്ന റോഡ്, അവിടെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ അരുവിയുണ്ട്. ഇവിടെ ഫുള്ള് ഇതേപോലെ ഒരു കാട് പോലത്തെ സ്ഥലമാണ് ഒരു സൈഡ്. അതിനുള്ളിലൂടെ ഒരു വഴിയുണ്ട്, വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നടക്കാം. കുറേ പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്ക് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഈ മെയിനായിട്ട് വരുന്ന ഈ റോഡുണ്ട്. പിന്നെ ലേക്കിനോട് ചേർന്ന് തന്നെ ടാറിങ് ഒന്നും അല്ലാത്ത രീതിയിലുള്ള വേറൊരു വഴിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിലൂടെ നടക്കാം. ഇങ്ങനെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് എക്സസൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നടന്നു പോകണമെങ്കിൽ അങ്ങനെയും പോകാം. നമുക്കിത് മൊത്തം ഒരു റൗണ്ട് വയ്ക്കുന്നതിന് 2 കിലോമീറ്ററാണ് ഏകദേശം വരെ. 2 കിലോമീറ്ററാണോ 2 മൈലായിരിക്കുമോ? 2 കിലോമീറ്റർ കൂടുതലുണ്ട്. 2 കിലോമീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ആവശ്യം അനുസരിച്ച് 1-2 റൗണ്ടൊക്കെ നടന്ന് നമുക്ക് ഫിസിക്കലി ഫിറ്റാവാം. ഇപ്പം നടക്കുന്ന വീഡിയോ എടുക്കാം അല്ലേ? കുറച്ച് നേരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോ ബ്രേക്കട് വരുന്നുണ്ടല്ലോ. സൈക്കിൾ കാരണം അങ്ങോട്ട് പോയി. നീ മുടി അഴിച്ചിട്ടേക്കുമായിരുന്നോ? നടക്കാൻ വരുമ്പോൾ മുടി അഴിച്ചിട്ടിട്ടാണോ നടക്കണേ? അതെ, തലയൊക്കെ നനച്ച് കുളിച്ചിട്ടാ ഇറങ്ങിയത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അഴിച്ചായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പോഴാണ് മുത്തോട്ട് നോക്കുന്നത്. ആ ചേച്ചി മുടി കെട്ടി കണ്ടപ്പോൾ നീ വേറെ കണ്ടപ്പോൾ ഞാനങ്ങനെ കെട്ടിയേക്കണെന്ന് മനസ്സിൽ എനിക്കറിയാം. നമ്മളങ്ങനെ ആരോഗ്യയുടെ ഒരു പകുതി നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരിക്കാതെ തീരുമാനിച്ചു. നമ്മളിവിടെ കുറേ സീറ്റ് ഇട്ടിട്ടുണ്ട്, ആ സീറ്റിൽ വന്ന് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കായലിലേക്ക് ഈ ലേക്കിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. കൊള്ളാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ കുറേ അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ പരിപാടികളുണ്ട്. അവിടെ പാർക്കുണ്ട്, ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഓപ്പൺ ജിമ്മുണ്ടോ? ജിമ്മ് ഞാൻ കണ്ടിട്ടില്ല. കുറേ ഞാൻ വിചാരിച്ചു ഓപ്പൺ ജിമ്മെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു മറ്റേ ചെസ്റ്റിൻ്റെ എക്സർസൈസിനുള്ള സാധനം, പിന്നെ സൈക്കിള് പോലത്തെ സാധനം, പിന്നെ അങ്ങനത്തെ 3-5 സാധനങ്ങളുണ്ടല്ലോ അവിടെ. അത്യാവശ്യം എക്സർസൈസ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ, ചിൽഡ്രൻസ് പ്ലേ ഏരിയയോട് ചേർന്ന്. ശരിയാ, അവിടെ കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളും കൂടെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. കുറച്ച് സ്വാനൊക്കെ അതിലൂടെ നീന്തി കളിക്കുന്നുണ്ട്. 2 വലിയ സ്വാനും അതിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു കൂടെ ഉള്ളത്. സമ്മർ ആയതുകൊണ്ട് ഇതേ ആപ്പിൾ മരത്തിലൊക്കെ ആപ്പിളൊക്കെ ഉണ്ടായി തുടങ്ങി. മൂക്കുമ്പോൾ ഇനിയും പറഞ്ഞ എന്തിനത് അച്ചാറിടാനാണോ? ഇവിടെ നിറയെ മരങ്ങളുണ്ട് കേട്ടോ. അതിൽ ആപ്പിളും കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടാൻ പോയി. ഞാൻ നടക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ വേറെ കുറേ മരങ്ങളുണ്ട്, ചെറിയൊരു പാലമൊക്കെ ആയിട്ട്. സൈൻ ബോർഡുള്ളൊരു ഏരിയ.
ഓട്ടോ ഒക്കെ ഓടിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് നിന്നാ. വാ വാ. ഇതാണ് ആരോവാലി വിസിറ്റർ സെൻറ്റർ. അവിടെ ബോട്ട് ഹൗസ് കഫേ ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു കഫേ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറമാണ് കയാക്കിങ്ങും ബോട്ടിങ് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലം. പിന്നെ ഈ മോളിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഓപ്പൺ ജിമ്മും പ്ലേ സ്റ്റേഷനും പിള്ളേരുടെ പ്ലേ ഏരിയ. പിന്നെ റൈറ്റ് സൈഡിൽ ഫുൾ വലിയ കാർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഇതിന് ചുറ്റും പലയിടത്തും നമുക്ക് പലയിടത്തുനിന്നും എൻട്രൻസ് ഉണ്ട്. എല്ലായിടത്തും കാർ പാർക്കിംഗ്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നടന്നൊക്കെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. വലിയൊരു മെഡോസ് ഉണ്ട് ഇവിടെ. ഈ മരങ്ങളെല്ലാം കളഞ്ഞിട്ട് എൻ്റെ നടുക്ക് കുറേ സ്പേസ് ഇതേപോലെ നമുക്ക് കളിക്കാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു വീൽ സ്പിന്നർ ഉണ്ട്, അവളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ അവളൊന്നും ഇവിടെ ഒന്ന് എക്സസൈസേ ചെയ്യാറില്ല. പിന്നെ ഒരു ടെസ്റ്റർ ഉണ്ട്. ഒരുപാട് നേരമായില്ലേ നിർത്തിയാലോ? കുട്ടികളുടെ ഏരിയ ഒക്കെ നല്ല സജീവമാണ്, അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അല്ലെങ്കിലും സമ്മറായി കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ തിരക്ക് കൂടുതലാണ്. പിന്നെ ഇതാണ് അവർക്ക് ഇവിടെ വന്ന ഏറ്റവും ഇഷ്ടമുള്ള എക്സസൈസ്. ഒരാൾ ആട്ടിയും കൂടിയും കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത്രയും സന്തോഷമായിരിക്കും. ഇപ്പോൾ സമയം 4:15. ഞങ്ങൾക്ക് 4 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ഞങ്ങൾക്കല്ല, എനിക്ക് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനായിട്ടൊരു കളിയുണ്ട്. അപ്പോൾ അത് കളിക്കാൻ പോകണം. ഓൾറെഡി അവിടെ നിന്ന് ഇപ്പോൾ കോള് വന്നു. ഞങ്ങൾ തിരിച്ചു പോകാൻ പോകണം. നമ്മൾ ഒരു റൗണ്ട് നടന്നു, പിന്നെ ലേശം കുറച്ചേരം എക്സസൈസ് ഒക്കെ ചെയ്തു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് അടിപൊളിയായിരുന്നു അല്ലേ? എന്ത് കിട്ടി, എന്ത് ലഭിച്ചു? കാലറീസ് വേണം, ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാം കഴിച്ച് തിരിച്ചു കയറ്റാൻ. ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ കലോറി കൂട്ടാൻ പറ്റി? അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു റൗണ്ട് ഫുള്ള് നടന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ വീട്ടിലാക്കിയിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ഞാൻ റൗണ്ടും കൂടി കാണിച്ചു തരാം. ഡിഷനെ വീട്ടിലാക്കിയിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വന്നു. ഇത് റെഡിച്ച് FC-യുടെ ഹോം ഗ്രൗണ്ടാണ്, ഫുട്ബോൾ ടീമിൻ്റെ. അതിൻ്റെ ബാച്ചിലിയിൽ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമുണ്ട്. നമ്മളിവിടെ കളിക്കുന്നത് കണ്ടത്തിൽ ക്രിക്കറ്റാണ്. പ്രത്യേകിച്ച് നിയമങ്ങളോ അങ്ങനെയൊന്നുമില്ലാണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പാടവും കൊയ്ത്ത് കഴിഞ്ഞ പാടവും റബ്ബറും കൂടിയും ഒന്നുമില്ലാത്തത് കൊണ്ട്, സ്കൂൾ ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ കളിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഓൾറെഡി കളി തുടങ്ങി. പാകിസ്ഥാൻ ടീമാണ് ബോൾ ചെയ്യുന്നത്. പാകിസ്ഥാൻ ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പാകിസ്ഥാൻ പിള്ളേർ കഴിഞ്ഞ ആഴ്ച നമ്മളെ ഇവരായിട്ട് 2 കളി കളിച്ചായിരുന്നു. 2 കളിയിൽ അവർ തോറ്റായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ തോൽപ്പിക്കുമെന്ന് തീരുമാനിച്ചാൽ വേറെ ടീമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. 2 പേര് ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീമിൽ കളിക്കാനുള്ള ആളുകൾ. നമ്മുടെ ടീം ബാറ്റിങ് തുടങ്ങി. ഇത് 2ാമത്തെ 6 അടിച്ചു. ഇതാണ് നമ്മൾ കളിക്കണ പന്ത്. ഇതുണ്ടോ, പാകിസ്ഥാൻകാർ സാധാരണ നമ്മുടെ ബോളിൻ്റെ മേലെ ഒരു ടേപ്പും കൂടി ഇട്ടിരിക്കും. ഇത് നോർമൽ ഇൻസുലേഷൻ ടേപ്പ് തന്നെയാണ്. അപ്പം ഇതുകൊണ്ട് എറിയുമ്പോൾ നല്ല സ്പീഡായിരിക്കും. ഇവർക്കാണെങ്കിൽ ഇതുകൊണ്ട് കളിക്കാൻ അറിയത്തുള്ളൂ. ഇതുപോലെയാണ് അവർ പന്തമേ ടേപ്പ് ഒട്ടിക്കുന്നത്. സാധാരണ നമ്മുടെ ടെന്നീസ് ബോളിൽ ടേപ്പ് ഒട്ടിക്കും. നമ്മൾ ശരിക്കും കളിയിലാണെങ്കിൽ
പന്തിൽ കൃത്രിമത്വം ചെയ്തെന്ന് വേണ്ടി കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ ജയിച്ചു. ഫസ്റ്റ് ബാറ്റ് ചെയ്തു. നമ്മൾ 10 ഓവറിൽ 150 സ്കോർ ചെയ്തു. അവർ 90 ഒട്ടേ സ്കോർ ചെയ്തോളൂ. രണ്ടാമത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ കണ്ടത്തി ക്രിക്കറ്റിൻ്റെ 2 ഗെയിം പാകിസ്ഥാനായിട്ട് കളിച്ചു. നമ്മൾ രണ്ടുപേരെയും ജയിച്ചു. ഇനി പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത്തരത്തിൽ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.